ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഉയർപ്പ് കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയാണെന്ന്. ഇന്ന് ഈ കർത്താവിൻ്റെ ദിവസം എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ഈശോ ശിഷ്യന്മാർക്ക് 3-ാം തവണ തന്നെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ഉയർപ്പിന് ശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം. ഇതിനുശേഷം ഈശോ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് 3-ാമത് തന്നെ വീണ്ടും വെളിപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞതുപോലെ ഇത് 3-ാം തവണയാണ് ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ താൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന കാര്യം പറയാനും അവരെ അത് ബോധ്യപ്പെടുത്താനുമായി പ്രത്യക്ഷപ്പെടുന്നത്. ഉയർപ്പിൻ്റെ അന്ന് രാവിലെ, അന്ന് വൈകിട്ട്, ഒരാഴ്ച കഴിഞ്ഞ് തോമാശ്ലീഹായുടെ ഒരു പ്രത്യേക സാന്നിധ്യം ഉള്ളപ്പോൾ ഇപ്പോൾ ഇത് 3-ാം തവണ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. കൂടെ നടന്ന ഒരേ ആളുകൾക്ക് തന്നെ ഈശോ 3-ാം തവണ പ്രത്യക്ഷപ്പെടുന്നു. അതവരെ ആ ഉയർപ്പിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈശോ മനസ്സിലാക്കുന്നു, പാവപ്പെട്ടവരായ തൻ്റെ ശിഷ്യർക്ക് മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നൊക്കെയുള്ള ഒരു വലിയ ആത്മീയ രഹസ്യം പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ക്ഷമയോടെ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാനും അവരെ അത് സാവധാനം പറഞ്ഞ് തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് മനസ്സിലാക്കിക്കാനും ബോധ്യപ്പെടുത്താനുമൊക്കെ ഈശോ ശ്രമിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കും ചിലപ്പോൾ ചിലരോട് ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വന്നേക്കാം. ഒരിക്കൽ ചിലപ്പോൾ പറയുന്നതാവാം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നതാവാം. എല്ലാവർക്കും ഒരുപോലെ ഒരിക്കൽ പറഞ്ഞതുകൊണ്ടോ ഒരിക്കൽ കണ്ടതുകൊണ്ടോ അത് ഗ്രഹിക്കാനും സ്വീകരിക്കാനും സാധിച്ചു എന്നും വരില്ല. ചിലപ്പോൾ അത് വലിയ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഗ്രഹണ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ, അപ്രതീക്ഷിതമായ ഒരു കാര്യമാണെങ്കിൽ, പുതിയ ഒരു കാര്യമാണെങ്കിലൊക്കെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അവരോട് പറയുകയോ കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. ഈശോയുടെ ഈ മാതൃകയാണ് നമുക്കും ആ അവസരത്തിൽ ഉണ്ടാവേണ്ടത്. അതിൻ്റെ അകത്തൊരു ഇഷ്ടക്കേടോ അല്ലെന്നുണ്ടെങ്കിൽ വെറുപ്പോ കാണിക്കാതെ അത് ശാന്തമായി അത് മനസ്സിലാകുന്ന സമയം അത്രയും എത്ര പ്രാവശ്യം വേണോ അത് സ്നേഹത്തോടെ, താല്പര്യത്തോടെ, ക്ഷമയോടെ, സന്മനസ്സോടെ ആവർത്തിക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുമ്പോൾ ഈശോയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും അധ്യാപകരൊക്കെ ക്ലാസ്സിൽ വീണ്ടും വീണ്ടും കുട്ടികൾക്കായി പാഠഭാഗങ്ങൾ ആവർത്തിക്കാറുണ്ട്. അത് അവരോടുള്ള സ്നേഹം മൂലം അവരത് പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊരു പക്ഷേ പുതിയ കാര്യം അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള ഒരു തോന്നലിൽ അവരത് സന്മനസ്സോടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലും ചിലപ്പോൾ ഒന്ന് ആവർത്തിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വന്നാൽ സന്മനസ്സോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ വലിയ മാതൃക നമുക്കും ഇന്ന് പിന്തുടരാനായിട്ട് പരിശ്രമിക്കാം. കർത്താവിൻ്റെ ഈ ദിവസം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.